ഹായ്, ഞാൻ ദീപ. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ജേർണലിംഗ് ചെയ്തിട്ട് അതിൽ നിന്ന് ഗോൾസ് ഡെവലപ്പ് ചെയ്ത് അത് പിന്നെ വീക്ക്ലി മന്ത്ലി വീക്ക്ലി ഡെയിലി ഒക്കെ ആക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കുറച്ചധികം കമൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കണമെന്ന്. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ മിക്കവർക്കും അത് ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. അപ്പം ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ആ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ അത് കണ്ടേച്ച് വന്നു കഴിഞ്ഞാലാണ് ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ എന്തുവാണ് ജേർണലിംഗ് ചെയ്യുമ്പം നമുക്ക് ഓരോ ആശയങ്ങൾ വരുന്നു. അത് നമ്മൾ ജസ്റ്റ് വേറൊരു ബുക്കിൽ അതൊരു ഗോളായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്യുകയെന്ന് കരുതുക. ഓക്കെ, അപ്പം ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ അത്ര പേഴ്സണൽ അല്ലാത്ത എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അല്ലാതെ ഇപ്പോൾ പറയാൻ വേറെ ഒന്നുമില്ല, ഭയങ്കര പേഴ്സണലൊന്നും അല്ല. ബൊട്ടിക്കിൻ്റെ ഒരു ഗോളാണ്. അതായത് ഇപ്പം എനിക്ക് അധികം കസ്റ്റം ഓർഡേഴ്സ് ഒന്നും വരുന്നില്ല. കാരണം കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ അധികം വർക്കൊന്നും എടുക്കാതിരുന്നതുകൊണ്ടും അത്ര പൊങ്ങി വരുന്നില്ല. അതുമല്ല ഇപ്പം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ളൊരു സമയമാണ്. അപ്പം ഓർഡേഴ്സ് അധികം വരുന്നില്ല. കാരണം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഈ ജനുവരി തൊട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കിതിനിടയ്ക്ക് ഒത്തിരി സമയം ഫ്രീ ഉണ്ട്. അതായത് ഇപ്പം എനിക്ക് ഈ ആഴ്ച ഓർഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ ആഴ്ച ഫ്രീ ആണ്. പ്രത്യേകിച്ച് ഒരു ജോലിയില്ല, വെറുതെ ഇരിക്കുകയാണോ, അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നുള്ളതല്ല, അത് വേറെ പ്രത്യേകിച്ച് ഒരു ഗോളൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചാണ് എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ ഒത്തിരി മെറ്റീരിയൽ ഇരിപ്പുണ്ട്. ഇപ്പം മാമുദീസയ്ക്കായാലും ട്രഡീഷണൽ ഡ്രസ്സസിനൊക്കെ ആയിട്ട് കുറേയധികം മെറ്റീരിയൽസ് ഞാൻ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്ക് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ചുമ്മാ വെക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഒരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാതെ എൻ്റെ കയ്യിൽ ഒത്തിരി മെറ്റീരിയൽസും ഒത്തിരി ആക്സസറീസും ഇരിക്കുന്നു. അതെന്തുകൊണ്ട് എനിക്ക് റെഡിമെയ്ഡ്സ് ഉണ്ടാക്കി വെച്ചുകൂടാം? അതാണ് എൻ്റെ ഒരു ചിന്ത വന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഗോൾ എക്സ്പാൻഷൻ ബുക്ക് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി. എനിക്ക് റെഡിമെയ്ഡ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. അപ്പം ഓൾറെഡി ഞാൻ റെഡിമെയ്ഡ് ചെയ്ത് വെച്ചത് ഞാൻ കുറേയൊന്നും എൻ്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു പ്രൊജക്റ്റ് ഇഷാന റെഡി ടു ബൈ ഐറ്റംസ് ഇതെന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്ലൈൻ ഇട്ടിട്ട് ജസ്റ്റ് എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതി വെച്ചു. ഒന്ന്, കസ്റ്റം വർക്ക് ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് റെഡി ടു ബൈ ഐറ്റംസ് ചെയ്യണം. പിന്നെ ഒരു ബുക്ക് എടുത്തിട്ട് ഓൾറെഡി റെഡിമെയ്ഡ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും റേറ്റും ഒക്കെ എഴുതിയിട്ട് എന്നിട്ട് അതൊരു സെപ്പറേറ്റ് ലെഡ്ജറായിട്ട് കീപ്പ് ചെയ്യുക. അതായത് എനിക്ക് റെഡിമെയ്ഡ്സിൽ നിന്ന് എന്താണ് വരുമാനം കിട്ടുന്നതെന്ന് എനിക്ക് ട്രാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഞാൻ എഴുതുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുക. എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് ഇടാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഒരു ദിവസം എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ബെഡ്ഷീറ്റ്സും സ്റ്റോക്ക് ഉണ്ട്. അപ്പം ബെഡ്ഷീറ്റും നമുക്ക് റെഡിമെയ്ഡ്സ് എംബ്രോയിഡറി ചെയ്ത് വെക്കാം എന്നുള്ളതാണ് തീരുമാനം. അപ്പം അത് ചെയ്യണം, അടുത്ത് തരണം. പിന്നെ ഉള്ളത് അതും ലിസ്റ്റിംഗ് ചെയ്യണം. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് വേറെയുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എവിടെയൊക്കെ ലിസ്റ്റ് ചെയ്യാം വിത്ത് ദ റേറ്റ്സ് എന്നുള്ളത്, FB ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ റീൽ വിത്ത് റേറ്റ്സ് എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണം, ഇതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ ഒരു സൈഡിൽ. പിന്നെ ഉള്ളത് ജസ്റ്റ് എന്തൊക്കെ റെഡിമെയ്ഡ് ഐറ്റംസ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ബെഡ്ഷീറ്റ്സ് ഉണ്ട്, എംബ്രോയിഡറീഡ് ബെഡ്ഷീറ്റ്സ് ഉണ്ട്, പിന്നെ റോംപേഴ്സ്, ഗൗൺസ്, നൂലുകെട്ടിൻ്റെ ഫ്രോക്ക്, പട്ടുപാവാട, ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. ഇതെല്ലാം ചെയ്യണം എന്നല്ല. അപ്പം നമുക്ക് എപ്പോഴും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ബാപ്റ്റിസം സെറ്റ്സ് ആണ്. അപ്പം ഞാൻ ആലോചിച്ചു ബാപ്റ്റിസം സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അറ്റ കൈക്ക് ഇതൊന്നും വിറ്റുപോയില്ലെങ്കിൽ പ്ലാൻ B എന്താണ് അതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ. പിന്നെ പിന്നെ ഉള്ളത് പ്രധാനമായിട്ട് എഴുതിയത് ഇത് വിറ്റൊന്നും പോയില്ലെങ്കിൽ വിഷമം ഉണ്ടാകരുത്, അപ്പം ബാക്കി എന്ത് നമുക്ക് ചെയ്യാം എന്നുള്ളതും. പിന്നെ ഇപ്പം വർക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ വീക്കിൽ എത്രയാണ് മാക്സിമം നമുക്ക് ഐറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം മാക്സിമം എനിക്ക് 5 ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. മാക്സിമം 5 ഒരാഴ്ച എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് എന്തായാലും ബെഡ്ഷീറ്റ്സ് ആയാലും റോംപേഴ്സ് ആയാലും, അതായത് ഒറ്റ സ്ട്രെച്ചിന് ഇരിക്കുവാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പം നമ്മൾ കസ്റ്റം ഓർഡേഴ്സ് വരുമ്പോൾ ഉള്ളൊരു കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യും? അപ്പം മിക്കവരും റെഡിമെയ്ഡ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് റെഡിമെയ്ഡ്സിൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ്സ് വേണം ഇനി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വേണം ചെയ്യാൻ. ഇത്രയുമാണ് ഈ ഒരു ബുക്കിനകത്ത് എഴുതിയേക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീക്ക്ലി ബുക്ക്, വീക്ക്ലി ഗോൾസ്. ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു ബുക്ക് തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് മൺഡേ ടു സൺഡേ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് ഞാൻ തൊട്ട് പിറ്റേ ആഴ്ചത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആകുമ്പം എനിക്കിപ്പോൾ ഈ ആഴ്ച അറിയാം, അടുത്ത ആഴ്ച പ്രത്യേകിച്ച് ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ല, അറിയാലോ. അപ്പം അങ്ങനെ ആകുമ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാനിതിൽ തിങ്കളാഴ്ച മൺഡേ ടു ഫ്രൈഡേ മാത്രം കണക്കാക്കുക, സാറ്റർഡേ സൺഡേ ഞാൻ കണക്കാക്കുന്നില്ല. അപ്പം തിങ്കളാഴ്ച എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ പർച്ചേസിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസിങ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് തിങ്കളാഴ്ചക്കകത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ അല്ലാതെ ഉള്ള റൂട്ടീൻസ് ഉണ്ടല്ലോ, ഇപ്പം ലോണ്ട്രി ചെയ്യുക, അല്ലെ കുട്ടികളുടെ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ എന്താണ് വീട് ക്ലീൻ ചെയ്യുക, അടുക്കള ഡീപ്പ് ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതും നമ്മൾ ഈ മൺഡേക്കകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം ഇപ്പം ഡെയിലി ഗ്രോസറീസ് വാങ്ങിക്കുന്ന ആവട്ടെ, ദോശയ്ക്ക് അരി ഇടുന്ന ആവട്ടെ, അതെല്ലാം നമ്മൾ തിങ്കളാഴ്ച ഇടാനുണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ അതായത് നമ്മുടെ മീൽ പ്ലാനുമായിട്ട് ഇത് അലൈൻ ആയിട്ട് കൊണ്ടുവരണം. മീൽ പ്ലാനും നമ്മുടെ വീക്ക്ലി റൂട്ടീനുമായിട്ട് അലൈൻ ആയിട്ട് വരണം ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ചൊവ്വാഴ്ച നമുക്ക് കട്ടിംഗ് ആണ്. ഒറ്റ സ്ട്രെച്ചിന് ഈ 5 ഐറ്റംസിൻ്റെയും കട്ടിങ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചൊവ്വാഴ്ച ചെയ്യേണ്ടത്. അപ്പം ആ ചൊവ്വാഴ്ച തന്നെ നമുക്കിനി വേറെ എന്തെങ്കിലും ഇതുണ്ടോ, ഇപ്പോൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ വിളിക്കണ്ടോ, അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും സാധനങ്ങൾ എക്സ്ട്രാ പ്രോജക്റ്റിൻ്റെ സാധനം മേടിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പിള്ളേരുടെ പ്രോജക്ട്സിന് കൂടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ, ഇതെല്ലാം നമ്മൾ ട്യൂസ്ഡേക്കകത്ത് ഇൻവോൾവ് ആവും. അതുപോലെ തന്നെ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പം വെനസ്ഡേ ആകുമ്പം സ്റ്റിച്ചിങ് ആണ്, ആദ്യത്തെ 3 സ്റ്റിച്ച് ചെയ്യും. തേഴ്സ്ഡേ ആകുമ്പോൾ അടുത്ത 3 സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇത് ബൾക്കായിട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ എളുപ്പമായിരിക്കേ. പിന്നെ ഫ്രൈഡേ ആകുമ്പോൾ എന്തുവാണ്, ഈ ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, റീൽ ഉണ്ടാക്കുന്നു, ഇത് പിന്നെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, FB മാർക്കറ്റ് പ്ലേസിൽ ഇടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അങ്ങനെയുള്ള ലിസ്റ്റുകളാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ഡെയിലി റൂട്ടീൻസും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച കംപ്ലീറ്റ് പ്ലാൻഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അവസാനം എനിക്ക് കിട്ടാൻ പോകുന്നത് 5 ഡ്രസ്സായിരിക്കും, 5 അല്ലെങ്കിൽ 6 ഡ്രസ്സായിരിക്കും. ഓക്കെ, അതാണ് പ്ലാൻ, വീക്ക്ലി പ്ലാൻ ഇതാണ്. ഇനി ഈ വീക്ക്ലി പ്ലാൻ വെച്ചിട്ട് എൻ്റെ ഡെയിലി ബുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ കിട്ടാനാണ്. ഇത് കംപ്ലീറ്റ് ഇതുപോലെ നോക്കണ്ട, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഡേറ്റ് ഇടുക. ഇന്ന ഡേറ്റ് എനിക്കിപ്പം 19-ാം തീയതി ചൊവ്വാഴ്ചയാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ട. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. ഓക്കെ, ഒരു ദിവസത്തെ ഡേറ്റ് ഇട്ടു. ഡേറ്റ് ഇട്ടിട്ട് അതിൽ ഫസ്റ്റ് നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുവാണ്, എക്സസൈസ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഇന്ന് മൺഡേ ആണ്, നാളെ ട്യൂസ്ഡേയിലേക്കുള്ളത് ഞാൻ ഇന്ന് വൈകിട്ടായിരുന്നു എഴുതാൻ പോകുന്നത്. ഇതിരുന്ന് എഴുതുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം കാണും. അതായത് എന്താണ് ഞാൻ തിങ്കളാഴ്ച പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളത് ഐഡിയ കാണുമല്ലോ. അപ്പോൾ ഇപ്പം ഞായറാഴ്ചയാണ്ടിരുന്ന് എഴുതുന്നെങ്കിൽ തിങ്കളാഴ്ച എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി അതിനകത്തൊരു ഐഡിയ ഉണ്ട്. പക്ഷേ ഇതല്ലാണ്ട് എക്സ്ട്രാ സാധനം വരും. ഇപ്പം തലേന്നായിരിക്കും നമുക്ക് നാളെ ഇപ്പം വേറൊരാളുടെ കല്യാണം ഉണ്ടെന്നോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്നോ ഒക്കെ പറയുന്നത്. അപ്പം നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പ്ലാൻ തലേന്ന് രാത്രി ഒരു 9-10 മണിയാകുമ്പോഴാണ് എഴുതുന്നത് പിറ്റേന്നത്തേക്കുള്ള കാര്യം. അപ്പം എന്താണ്, അതിനകത്ത് കൃത്യമായിട്ട് നമ്മളൊരു ലിസ്റ്റ് എഴുതും. എക്സസൈസ് ചെയ്യാനുണ്ടെങ്കിൽ അത്, രാവിലെ എണീറ്റിട്ട് എന്താണ് ചെയ്യാനുള്ളത്, ദോശയും ചമ്മന്തിയും ആണെങ്കിൽ അത്, പിന്നെ അവിയൽ അല്ലെങ്കിൽ തോരന് എന്തൊക്കെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നതിനോടൊപ്പം തന്നെ തലേന്ന് ഒരു 8-8:30 ആകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ അതും എളുപ്പമായി. അപ്പോൾ ഇതിന് സമയമുണ്ട്. 9 മണിക്ക് മുന്നേ എന്തായാലും പിള്ളേർ സ്കൂളിൽ 8:30 ആകുമ്പോൾ പോകും. അതിന് മുന്നേ തന്നെ എനിക്ക് ഉച്ചക്കത്തെയും രാവിലത്തെയും ഒക്കെ റെഡി ആവണം. ഉച്ചക്കത്തെ തന്നെയാണ് വൈകിട്ടെന്നുള്ളതുകൊണ്ട് വൈകിട്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നുമില്ല. അപ്പം അത് ആദ്യത്തെ പ്രയോറിറ്റി ടൈം വെച്ചിട്ട് തന്നെ by 9 ഇന്ന കാര്യങ്ങൾ തീർത്ത്, കിച്ചൺ ക്ലീനിങ് തീർത്ത് അത് ഫിക്സായി. പിന്നെ ഉള്ളത് ചിലപ്പോൾ ഇപ്പം എനിക്ക് നാളെ പർച്ചേസിങ് ആണ് അല്ലെങ്കിൽ കട്ടിങ് ആണ് എങ്കിൽ പോലും ചിലപ്പോൾ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ ഞാനത് എഴുതും. 10 മണിക്ക് ബാങ്കിൽ, 10 മണിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, 10 മണിക്ക് ബാങ്ക്. അപ്പം 9 മണി തൊട്ട് 10 മണി വരെ ഞാൻ ഫ്രീ ആണ്. അപ്പം എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. എന്ത് ചെയ്യാം, നമുക്ക് ഗ്രോസറീസ് വല്ലതും വാങ്ങിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിറ്റേന്നാണ് ഗ്രോസറി വാങ്ങിക്കണമെങ്കിൽ അത് വേണേൽ തലേന്ന് വാങ്ങിക്കാം.
ഞാൻ സാധാരണ ഓർഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓർഡർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ആ ഒരു അരമണിക്കൂർ സമയത്തിനകത്ത് റെഡിയായി നിൽക്കാം. 10 മണിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ 11 മണി തൊട്ട് 12. അപ്പം അങ്ങനെ ടൈം ബ്ലോക്ക് ഇട്ടാണ് ഞാൻ ഓരോ സാധനങ്ങൾ എഴുതുന്നത്. 11 to 12 എനിക്കൊരു ഐഡിയ ഉണ്ടല്ലോ, കട്ടിങ് ഇത്ര എണ്ണത്തിൻ്റെ കട്ടിങ്. അപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ ഊണ്, അത് കഴിഞ്ഞ് പിന്നെ 1 മണി തൊട്ട് 2 മണി വരെ ഇത്, പിന്നെ 3 മണി അല്ല 4 മണിയാകുമ്പം പിള്ളേരെ വിളിക്കാൻ പോകുന്നു. അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 മണിക്ക് ശേഷം ഞാൻ പ്രത്യേകിച്ച് ഒന്നും എഴുതാറില്ല. അപ്പോൾ ഇത് ചെയ്തു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ടിക്കിട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 1 at a ടൈം, അല്ലെങ്കിൽ 1 വീക്ക് at a ടൈം, 1 ഡേ at a ടൈം, അല്ലെങ്കിൽ ആ ഒരു ടൈം, ആ ഒരു മണിക്കൂറത്തെ കാര്യം മാത്രം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒത്തിരി നോക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നത്. ഇങ്ങനെയാണ് ശരിക്കും പോകുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്തു വന്നു കഴിയുമ്പോൾ ചിലപ്പം ചില കാര്യങ്ങൾ നേരത്തെ തീരും, ചില കാര്യങ്ങൾ തീരത്തേയില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഇവിടെ വല്ല കണക്ഷൻ ഫെയിലിയറോ, കറണ്ട് അടിച്ചു പോവലോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊരു ഇഷ്യൂ വരുമോ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോവും. അല്ലെ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നു, അവിടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അതിനെപ്പറ്റി സംസാരിക്കുന്നു, അങ്ങനെ ചിലപ്പോൾ സമയം പോകും. ചിലർ ഫോൺ വിളിച്ച് സമയം പോകും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കാം. അപ്പം ഇതിങ്ങനെ ടൈം വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. 11 to 12 അങ്ങനെ ടൈം വെച്ച് എഴുതും. എന്നിട്ട് ടിക്കറ്റ് പോകും. 4-5 മണിക്ക് ശേഷം പ്രത്യേകിച്ച് ഒന്നും ഞാൻ വെക്കാറില്ല. ഒന്നെങ്കിൽ പിള്ളേരോട് ഇരിക്കും, ഇല്ല ചിലപ്പം ഒരു ഭയങ്കര ഒരു ത്വരയാണ്, ഇത് തീർത്തേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പം ട്യൂസ്ഡേയിൽ ചെയ്യാനുള്ളത് മൺഡേ സമയം ഉണ്ടെങ്കിൽ 5 മണിക്ക് ശേഷം ചിലപ്പോൾ ഇരുന്ന് ചെയ്തെന്ന് വരാം. ചില ദിവസങ്ങളിൽ ഞാൻ ആലോചിക്കും എന്തിനാണ്, ധൃതിയൊന്നും ഇല്ലല്ലോ, ഇത് റെഡിമെയ്ഡ് സാധനം അല്ലേ, അപ്പം നമുക്ക് സാരമില്ല ഇന്നത്തെ വർക്ക് മതി എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് അവിടെ നിർത്തിയിട്ട് ബാക്കി നമുക്ക് സിനിമ കാണാനോ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കും. അപ്പം ഇങ്ങനെ നമ്മൾ തലേന്ന് തന്നെ പിറ്റേന്നത്തെ കാര്യം എഴുതി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് തീർക്കണം എന്നൊരു നമുക്കൊരു ഇതുണ്ടാവും. അപ്പം അതിനകത്ത് എല്ലാം എഴുതും. ഈവൻ ഇപ്പം എനിക്ക് ഇടയ്ക്കൊന്ന് വില്ലേജ് ഓഫീസ് വരെ പോകണം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണം, ഇതെല്ലാം ഞാൻ എഴുതും. പിന്നെ ഈവൻ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നതിന് പോലും ഞാൻ ടൈം വെക്കും. വൈകിട്ട് 5 മണിക്ക് പോകും, 6 മണിക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ 6 മണിക്കുള്ളിൽ ഞാൻ 1 മണിക്കൂറിനകത്ത് കാര്യങ്ങൾ തീർത്ത് തിരിച്ചു വന്നിരിക്കും. അങ്ങനെ തന്നെ ഞാൻ ആ ഒരു ടൈമിനകത്ത് തീർക്കാനായിട്ട് നോക്കും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഈ സമയത്തിനകത്ത് തീർക്കുന്നത്. ചിലപ്പോൾ ഒന്നും തീരത്തില്ല, അത് ഇല്ലാന്നില്ല, അങ്ങനെ ഇല്ലാന്ന് കംപ്ലീറ്റ് അതുപോലെ നടക്കുന്നു എന്ന് പറയുന്നില്ല. പക്ഷെ ഇതാണ് ആ ഒരു രീതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പക്കാ ആയിട്ട് ഈ ഒരാഴ്ച ഇത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എനിക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ഒരു ഇമ്മീഡിയറ്റ് ഓർഡർ വരാം, എനിക്ക് 2 ദിവസത്തിനകത്ത് തീർത്ത് തരുമോ. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ നമ്മളത് എടുക്കും. ഇല്ലെങ്കിൽ ഇപ്പം 2 ദിവസത്തിനകത്ത് എനിക്ക് ധൃതി പിടിച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ എടുക്കില്ല. അല്ലെങ്കിൽ ഞാൻ എടുക്കും. കാരണം എന്തായാലും നമുക്ക് റെഡിമെയ്ഡിനേക്കാളും കസ്റ്റം ഓർഡേഴ്സിനാണല്ലോ പെട്ടെന്ന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പം ഇതിങ്ങനെ ചെയ്ത് വെക്കുമ്പം ചിലപ്പം അത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തന്നെ കാരണം ഈ വർഷം നമ്മൾ ഗോൾ സെറ്റ് ചെയ്തപ്പം എനിക്കിങ്ങനെ ഒത്തിരി ഗ്യാപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ കസ്റ്റം ഓർഡേഴ്സിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഗ്യാപ്പ് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താണ് ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം എൻ്റെ ഒരു തീരുമാനമായിരുന്നു, ഒരു ദിവസം നമ്മൾ മിനിമം ഇത്ര രൂപയ്ക്കുള്ള വർക്ക് ചെയ്തിരിക്കും എന്നാണ്. ഇത്ര രൂപ ഉണ്ടാക്കും എന്നുള്ളതല്ല, വർക്ക് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ആ വർക്കിൻ്റെ ഇപ്പം ഈ ഒരാഴ്ച വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച 4 ബാപ്റ്റിസം ഫ്രോക്ക് ഉണ്ടാക്കി. അത് വിറ്റ് പോയിട്ടൊന്നുമില്ല. അത് ചിലപ്പോൾ വിറ്റ് പോകുന്നത് ചിലപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ അത് വിറ്റേ പോയില്ലെന്ന് വരാം. അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നൊരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഇത്ര രൂപയുടെ എഫേർട്ട്, നമുക്കൊരു കണക്കുണ്ടല്ലോ, ഇത്ര നേരം വർക്ക് ചെയ്ത ഇത്ര എമൗണ്ട് എന്നുള്ളൊരു രീതിയിൽ നമുക്കൊരു കാൽക്കുലേഷൻ കാണുമല്ലോ. അപ്പം അത്രയും ഒരു വർക്ക് ഞാൻ എല്ലാ ദിവസവും ചെയ്തിരിക്കും, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടല്ല, ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യത്തിന് ഇതിടുന്നു എന്നുള്ളതാണ്. ഇതാണിപ്പോൾ ഒരു ഗോള് കാണിക്കാനുള്ളത്. ഇതുപോലെ നമുക്ക് എന്തും ചെയ്യാം. പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യമായാലും ഹോം ഇംപ്രൂവ്മെൻ്റ് ആയാലും. ഇപ്പം നമുക്ക് ഒരു ഡീക്ലട്ടറിങ് പരിപാടി ചെയ്യണം, ഈ ആഴ്ച ഫുള്ള് നമ്മൾ ഡീക്ലട്ടർ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ദിവസം ബെഡ്റൂമാണ്, 2ാമത്തെ ദിവസം ഇതാണ്, അങ്ങനെ പറയാം. അങ്ങനെ ഓരോന്നും ഓരോരോ പ്രോജക്റ്റായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കിച്ചണിൻ്റെ കേസ് ആണെങ്കിലും ഇപ്പം പാത്രങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മൾ വേറെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഒത്തിരി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി
മെസ്സാവുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം പാത്രങ്ങൾ മാറ്റി ബാക്കിയുള്ളത് മച്ചുംപുറത്ത് വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഓരോരോ പരിപാടിയായിട്ട് നമ്മൾ ഇതിങ്ങനെ ഗോളായിട്ട് എഴുതി ചെയ്യാറുണ്ട്. അപ്പം ഉപകാരപ്പെടുന്നവർക്ക് ഇത് ഉപകാരപ്പെടും, അല്ലാത്തവർക്ക് ഇത് വട്ടാമെന്ന് തോന്നുന്നു. എനിവേ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക്